welcome to my YouTube channel. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് പിടിയും കോഴിക്കറിയുമാണ്. കോഴിക്കറിയുടെ റെസിപ്പി പിന്നെ ഒരു വീഡിയോയിൽ കാണിക്കാം. എന്തായാലും നമുക്ക് പിടി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം. അതിനായിട്ട് നമുക്ക് കിച്ചണിലേക്ക് പോകാം. അതിനു മുമ്പ് പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കണേ. സോ നമുക്ക് അടുക്കളയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം പിടിക്ക് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഞാൻ ചൂടാക്കുവാണ്. ഇനി അതായത് ചൂടുവെള്ളത്തിലാണ് നമ്മളിതിലേക്ക് വേണ്ടിയിട്ടുള്ള പൊടി കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ഈ വെള്ളം ഒന്ന് ചൂടായിക്കോട്ടെ. അപ്പോൾ ഈ സമയം കൊണ്ട് ഞാനിവിടെ എടുക്കുന്നത് ഒരു 2 കപ്പോളം അരിപ്പൊടിയാണ് എടുക്കുന്നത്. അതായത് ഇടിയപ്പത്തിൻ്റെയോ അല്ലാന്നുണ്ടെങ്കിൽ പത്തിരിയുടെയോ, അതായത് നൈസായിട്ടുള്ള പുട്ടിൻ്റെ അല്ല കേട്ടോ, നൈസായിട്ടുള്ള പൊടിയാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ 1.25 കപ്പ് എടുത്തിട്ടുണ്ട്. 1/4 കപ്പ് അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനി നമ്മളിതിൽ ഉപയോഗിക്കും. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും അതുപോലെ തന്നെ ചെറിയ ജീരകവും ഇട്ട് കൊടുക്കുവാണ്. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുകയാണ്. ഒപ്പം കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ തേങ്ങ ഒരു 1.5 അല്ലെങ്കിൽ 2 ടീസ്പൂണോളം ഇട്ടോളൂ. എന്നിട്ട് ഞാനിതങ്ങ് ഒന്ന് മിക്സ് ചെയ്യുവാണ്. ഇനി ഇതിന് ശേഷം നമ്മൾ ചൂടാക്കിയ വെള്ളമില്ലേ, അതാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. 1 കപ്പോളം വെള്ളം ഞാനിതിൽ ഒഴിച്ചിട്ടുണ്ടാവും മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. അതായത് നമുക്ക് ഉണ്ട പിടിക്കാൻ പറ്റുന്ന പാകത്തിന് ഇത് കുഴച്ചെടുക്കണം. അപ്പം ഞാൻ കുറേശ്ശെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. കൈ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടങ്ങ് കുഴച്ച് കൊടുക്കാം. ഇപ്പോൾ ഇതാണ് പാകം, അതായത് ഉണ്ട പിടിക്കാൻ പറ്റുന്ന പാകമാണ്. നല്ല സോഫ്റ്റ് ആയിരിക്കുന്ന മാവാണ്. ഇനി ഞാൻ ഒരു പാത്രം, ഇത് നമ്മളിനി കുഞ്ഞു ഉണ്ടകളാക്കി എടുക്കണം. അടുത്തൊരു പാത്രം വെച്ചിട്ട് ഇത് കയ്യിലിങ്ങനെ ഇതേപോലെ ചെറിയ ഉണ്ടകളാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇത് കുറച്ചും കൂടി ചെറിയ സൈസിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ ഇതാണ് ഇത്ര ഒരു കുഞ്ഞി നാരങ്ങ വലുപ്പത്തിലാണ് ഞാൻ ഉരുട്ടിയെടുക്കുന്നത്. അങ്ങനെ ഈ മൊത്തം മാവ് നമുക്ക് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഇവിടെ എല്ലാം റെഡിയാണ്, എൻ്റെ ഉണ്ടകളെല്ലാം റെഡിയാണ്. ഇനി ഇത് നമ്മൾ തിളയ്ക്കുന്ന വെള്ളത്തിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ വെള്ളം ഞാൻ ഓൾറെഡി വെച്ചു, വെള്ളം തിളയ്ക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ ഈ ഉരുട്ടി വെച്ചിരിക്കുന്നത് അങ്ങ് ഇട്ട് കൊടുക്കുവാണ്. എല്ലാം ഒരുമിച്ച് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കൂടുതൽ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറച്ചും കൂടെ വെള്ളം വയ്ക്കണേ. അപ്പോൾ ഇത് ഇപ്പോൾ ഒട്ടിരിക്കുന്ന പോലെ തോന്നും, പക്ഷേ ഇല്ല. നിങ്ങൾ ഇട്ട പാടെ ഇളക്കരുത്. കുറച്ചൊന്ന് വെന്തതിന് ശേഷം ഒരു തവി കൊണ്ട് മെല്ലെ ഒന്ന് തട്ടിക്കൊടുക്കാം. അപ്പോൾ ഇത് സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്, ഒട്ടിയിട്ടൊന്നുമല്ല. അപ്പം ഞാനൊന്ന് ഇതെടുത്തൊന്ന് കട്ട് ചെയ്ത് നോക്കുവാണ് അത് വെന്തോന്നറിയാൻ വേണ്ടിയിട്ട്. കാരണം ഉൾഭാഗവും കൂടെ വേകണമല്ലോ. അപ്പോൾ വെന്തിട്ടില്ല. അതിൻ്റെ ഉൾഭാഗം കണ്ടാലറിയാം കുറച്ച് വെളുത്തിട്ടാണ് ഇരിക്കുന്നത്, കളർ മാറിയിട്ടില്ല. അപ്പോൾ നമുക്ക് കുറച്ച് നേരം കൂടെ ഇത് കുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനിത് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും കുക്ക് ചെയ്തെടുക്കുവാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഒരു 1/4 കപ്പ് പൊടി മാറ്റി വെച്ചിട്ടില്ലായിരുന്നോ, അത് വെള്ളത്തിൽ കലക്കിയതാണ്. അത് ഞാനങ്ങ് ഒഴിച്ചു കൊടുക്കുന്ന. ഇപ്പോൾ നമ്മുടെ അതിൻ്റെ ആ ഗ്രേവി ഉണ്ടല്ലോ, അത് നല്ല തിക്കായിട്ട് വരും. ഇനി അതിലേക്ക് കുറച്ച് തേങ്ങ ചെറുത് ചേർക്കുകയാണ്. ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങയോളം നമുക്ക് ചേർക്കാം. കൂടുതലോ കുറഞ്ഞാലൊന്നും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് അങ്ങ് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് കുറുകി വരുമ്പോൾ നമ്മുടെ പിടി റെഡിയാണ്. ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ആ ഗ്രേവി കുറുകി വന്നിട്ടുണ്ട്. നമ്മുടെ ഉണ്ടകളും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് സാധാരണ സെർവ് ചെയ്യുന്നത് തേങ്ങ അരച്ച് വെച്ച ചിക്കൻ കറിയുടെ കൂടെയാണ്. അതാണ് ടേസ്റ്റ്. പിന്നെ ചിലവർ ഈ ബോൾസ് ചിക്കൻ കറിയിൽ ഇട്ടിട്ട് കുക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ എൻ്റെ വീട്ടിൽ ഈ രീതിയിലാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇന്നത്തെ പിടിയുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ സ്റ്റേ സേഫ് ആൻഡ് ഹാപ്പി.